നമസ്തേ. ജാതമായതിലെല്ലാം ഈശ്വരൻ കടന്നു നിൽക്കുന്നു, തുടർന്ന് പ്രവേശിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്തെന്നൊക്കെയാണോ സൃഷ്ടമായിട്ടുള്ളത് അതിനെയെല്ലാം സൃഷ്ടിച്ചിട്ട് അതിനകത്തേക്ക് കടന്നു നിൽക്കുക. അത്യത്ഭുതകരമായ ഒരു സത്യപ്രസ്താവമാണിത്. ഈ ലോകത്തിലെ ഏറ്റവും ശരിയായ വിശകലനം, സത്യത്തിൻ്റെ ചിന്തനം. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ സൃഷ്ടികർത്താവ് എന്തു ചെയ്തു? സൃഷ്ടിച്ചിട്ട് അതിനകത്തേക്ക് കടന്നു നിന്നു ഈശ്വരൻ. ഈശ്വരൻ കടന്നത് ആരും കണ്ടില്ല, അറിഞ്ഞില്ല, കാണാൻ സാധിക്കുന്നില്ല, അറിയാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈശ്വരന്റെ താൽക്കാലിക വിടവാങ്ങലും ഒരാൾക്കും കാണുവാൻ പറ്റുന്നില്ല. ഒരാളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ ഇറങ്ങിപ്പോകുന്നു. എത്ര പേര് ചുറ്റും നിന്നാലും, എത്ര ശക്തിയേറിയ ഉപകരണങ്ങൾ സമീപത്തുണ്ടെങ്കിലും അതിലൊന്നും ഈശ്വരന്റെ ഇറങ്ങിപ്പോക്കൽ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ECG നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചതിന്റെ ഫലമായി. ECG അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് ECGയുടെ പ്രവർത്തനം നിന്നു പോകുന്നു. അപ്പൊ ആ പ്രവർത്തനം നിന്നു പോയത് കണ്ടപ്പോൾ പറഞ്ഞു അയാളുടെ ജീവൻ പോയി. അതല്ലാതെ ആ ജീവൻ എങ്ങനെയാണ്, എങ്ങോട്ടാണ്, എതിലെയാണ് പോകുന്നത്, ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അറിയാൻ സാധിക്കുന്നില്ല. ഈശ്വരന്റെ അനുപ്രവശനവും അനുഗമനവുമൊക്കെ അജ്ഞാതവും അനന്തവും അവർണ്ണനീയവുമാണ്, ആശ്ചര്യകരവുമാണ്. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ വാപൊളിച്ച് നിൽക്കേണ്ടി വരുന്നത്. എന്തെന്തൊക്കെ അറിഞ്ഞു എന്ന് കരുതുന്നവനും എല്ലാം മനസ്സിലാക്കി എന്ന് മേനി നടിക്കുന്നവനുമൊക്കെ ഒരു സമയത്ത് അജ്ഞതയുടെ, അറിവില്ലായ്മയുടെ മുൻപിൽ ആശ്ചര്യഭരിതനായിട്ട് പോകും. ജീവനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുവൻ ആശ്ചര്യഭരിതനാവുക സ്വാഭാവികം. അഹോ ആശ്ചര്യം, ആശ്ചര്യമെന്ന് പറഞ്ഞു പോകുന്ന അവസരമുണ്ടാവും ജീവിതത്തിൽ, അല്പം ശ്രദ്ധയുണ്ടെങ്കിൽ. ജീവന്റെ ഗതാഗതം എന്തെന്ന് ഒരാൾക്കും അറിയില്ല. ഓരുന്നില്ല ഒന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം. ഈ ജീവൻ പ്രവേശിക്കുന്നതും കാലാവധി കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്നതും. കയറിയ ആൾ ഇറങ്ങിപ്പോയല്ല പറ്റത്തുള്ളൂ. എവിടെയോട്ടാണോ കയറിയത് അത് കുറച്ച് നാളത്തേക്ക് നിൽക്കും. എത്ര ദിവസമാണ്, എത്ര മാസമാണ്, എത്ര വർഷമാണ്, സംവത്സരമാണ് ഇതിനകത്ത് താൻ ഇരിക്കേണ്ടതെന്ന് കയറിയ ആൾ അന്ന് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അദ്ദേഹം അവിടെ ഇരിക്കും. അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ എല്ലാമായി. അദ്ദേഹം അവിടെ ഇല്ലെങ്കിലോ പിന്നെ ഒന്നുമില്ല. ഓരോരുത്തരും ഓരോരുത്തരായിട്ടിരിക്കുന്നത്, കൃഷ്ണൻ കൃഷ്ണനായിട്ടും രാമൻ രാമനായിട്ടും സീത സീതയായിട്ടും ലക്ഷ്മി ലക്ഷ്മിയായും ഇരിക്കുന്നത് ഈശ്വരനകത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഈശ്വരനകത്ത് ഇരിക്കുമ്പോൾ, ജീവാത്മാവായിട്ട് വർത്തിക്കുമ്പോൾ ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. ഉണ്ട്, ഇത് രാമൻ, ഇത് കൃഷ്ണൻ, ഇത് സീത, ഇത് കല്യാണി എന്നൊക്കെ നമ്മൾ പറയും. ഈ പറഞ്ഞ ആളുകളെല്ലാം കൂടെ മരിച്ചു കിടക്കുവാണെങ്കിൽ എന്ത് പറയും? ഇതു ശവം, ഇതു ശവം, ഇതു ശവം, ഇതു ശവം. എല്ലാം ശവമാണ്. ശിവം അവിടെ ഇല്ല. അപ്പൊ ശിവം ഇരിക്കുമ്പോഴാണ് നമുക്ക് പേരുള്ളത്. നമ്മൾ ഭാര്യയായിട്ടിരിക്കുന്നത്, ഭർത്താവായിരിക്കുന്നത്, അമ്മയായിരിക്കുന്നത്, മക്കളായിരിക്കുന്നത് ഒക്കെ ജീവനുണ്ടെങ്കില. ജീവനില്ലെങ്കിൽ അമ്മയല്ല, ശവമാണ്. അച്ഛനല്ല, ശവമാണ്. ശവസംസ്കാരം എപ്പോഴെന്നാ ചോദിക്കുന്നത്.
അല്ല, അച്ഛൻ്റെ സംസ്കാരം, അമ്മയുടെ സംസ്കാരം എന്നല്ല ചോദിക്കുന്നത്. ശവസംസ്കാരം എപ്പോഴ്, ശവം എടുക്കുന്നത് എപ്പോഴാണ്, അച്ഛനെ എടുക്കുന്നത് എപ്പോഴാണെന്നല്ല നമ്മൾ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അച്ഛൻ അവിടെ ഇല്ല. അപ്പോൾ അച്ഛനെ അച്ഛനാക്കി നിർത്തിയിരിക്കുന്നത്, രാമനെ രാമനാക്കി നിർത്തിയിരിക്കുന്നത്, കൃഷ്ണനെ കൃഷ്ണനാക്കി നിർത്തിയിരിക്കുന്നത് ആത്മാവാണെന്നുള്ള കാര്യം നമ്മൾ എന്നാ മനസ്സിലാക്കുന്നത്, എന്നാ അറിയുന്നത്? ഇനിയും ഇത് അറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ നഷ്ടമല്ലേ? ഇതറിയാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പരമകാരുണികനായ ഒരു ഗുരു ഇതാ നിരന്തരം ആത്മോപദേശം തന്നുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഇത് കണ്ടുപോയിടണം. ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് പുണ്യം കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് ജീവൻ ഇറങ്ങി വേറെ എവിടേക്കെങ്കിലും പോയി വേറൊരു ശരീരം എടുക്കുന്നതിന് മുൻപ് ഇത് കണ്ടു വേണം പോവാൻ, ഈ സത്യം മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. ഓരോരുത്തരെയും ഓരോരുത്തരാക്കി നിർത്തിയിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ അറിയണം. ഈശ്വരനാണ് എല്ലാം എന്നറിയണം. എല്ലാറ്റിലും ഈശ്വരൻ പ്രവേശിച്ചിരിക്കുന്നു എന്നും മനസ്സിലാക്കുക. ഇത് മനുഷ്യനിൽ മാത്രമല്ല, സകല ചരാചരങ്ങളിലും. അതുകൊണ്ട് എല്ലാറ്റിനെയും ബഹുമാനിക്കാൻ പഠിക്കണം. ഏതൊരുവിനെയും ആദരിക്കാൻ പഠിക്കണം. അവൻ്റെ ഉള്ളിലിരിക്കുന്നത് ഈശ്വര ചൈതന്യമാണെന്ന് തിരിച്ചറിയണം. എന്നുവെച്ചാൽ അതിനകത്ത് ഇദ്ദേഹം കയറിയിരിക്കുന്നു. അതാണ് അനുപ്രവിശതി എന്ന് ഗുരു പറഞ്ഞത്. സൃഷ്ടമായതിലെല്ലാം പ്രവേശിച്ചു എന്നല്ല പറഞ്ഞ, അനുപ്രവേശിച്ചു, തുടർന്ന് അങ്ങ് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല, ഈശ്വര ചൈതന്യത്തിന്റെ ഒഴുക്കില്ലാത്ത ഒരിടവുമില്ല. ഞാൻ കാണുന്നില്ലല്ലോ, കാണാത്തത് ഈശ്വരന്റെ കുഴപ്പമല്ല, തൻ്റെ കുഴപ്പമാണ്. കാണാൻ ശ്രമിക്കണം. ഇവിടെ പ്രാണവായു ചലിക്കുന്നുണ്ടല്ലോ, ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ അയാൾ എന്തൊരു വിഡ്ഢിയാ. അയാൾ അതിനകത്താണ് ജീവിക്കുന്നത്. കടലിലെ അമ്മ മത്സ്യം കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു, കുഞ്ഞെ കടൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പൊ ആ മത്സ്യം കുഞ്ഞുമോള് മത്സ്യം പറയുകയാണ്, അമ്മ ഞാൻ കടൽ എങ്ങും കാണുന്നില്ല, ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, എവിടെയും കടൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവന് കടലായിട്ട് തീർന്നുകൊണ്ട് കടലിന്റെ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുക കടൽ കാണുന്നില്ല എന്ന്. ഈശ്വരൻ അനുനിമിഷം നമ്മളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും പറയാ ഈശ്വരൻ ഇല്ല, ഈശ്വരനെ കാണുന്നില്ല, ഈശ്വരാനുഗ്രഹം എനിക്കില്ല. ഈശ്വരൻ ഉണ്ടെന്ന് കരുതുന്ന സേശ്വരവാദിയായിട്ടുള്ള ആളും പറയുന്നത് എന്തെങ്കിലും ചെറിയ ദുഃഖം വരുമ്പോൾ എനിക്ക് ഈശ്വരാനുഗ്രഹം ഇല്ല. അല്ലെ ഏതെങ്കിലും ജ്യോതിഷന്റെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ പറയും വ്യാഴം അഷ്ടമത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തനിക്ക് ഈശ്വരാനുഗ്രഹം ഇല്ല. എന്തൊരു വിഡ്ഢിതമായി പറയുന്നത്. ഈശ്വരാനുഗ്രഹം ഇല്ലാതെ വരികയോ, തനിക്ക് ജീവൻ ഇല്ലാതെ വരും എന്ന് പറഞ്ഞാൽ പിന്നെയും അതിനകത്തൊരു അർത്ഥമുണ്ട്. ഈശ്വരാനുഗ്രഹം ഇല്ലെന്ന് പറഞ്ഞാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടതരം എന്ന് വേണേൽ പറയും. മാലിയൻ ബ്ലണ്ടർ എന്ന് പറയുന്നത് അതാ. ഈശ്വരാനുഗ്രഹം ഇല്ലാത്ത സമയമില്ല. ഇവനവിടെ ജ്യോത്സ്യന്റെ അടുത്ത് പോയി ഇരിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. അയാളുടെ പേര് പറയണമെങ്കിൽ, അയാളുടെ നാള് പറയണമെങ്കിൽ, അയാളുടെ വയസ്സ് പറയണമെങ്കിൽ. വയസ്സ് പറഞ്ഞു കഴിഞ്ഞാലാണല്ലോ അയാൾ ഏത് ദശയിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഇപ്പൊ ശുക്രദശയാണോ ശനിദശയാണോ, ഇത് പറയണമെങ്കിൽ അയാൾക്ക് ഈശ്വരാനുഗ്രഹം വേണം. അപ്പൊ ഈശ്വരൻ ഓരോ സമയത്തും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ അങ്ങോട്ടൊന്ന് അല്പസമയം ഒന്ന് മാറിയാൽ, പറഞ്ഞാന്ന് പറഞ്ഞാൽ ഒന്ന് കയറിയ ആള് ഒന്ന് ഇറങ്ങി അങ്ങോട്ടൊന്ന് മാറിയിരുന്നാൽ നമ്മുടെ പണി പൂട്ടി. ഏത് ഗംഭീരന്റെയും ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നവനായിക്കോട്ടെ, ഇല്ലെന്ന് പറയുന്നവനായിക്കൊള്ളട്ടെ, ഏത് വിദ്യ പഠിച്ചവനാവട്ടെ, ഏത് വിഷയത്തില് ഉസ്താദായവനാവട്ടെ, ഒരാൾ കെമിസ്ട്രിയിലായിരിക്കും, ഒരാൾക്ക് ഫിസിക്സിലായിരിക്കും, ഒരാൾ കെമിസ്ട്രിയിലായിരിക്കും, ഒരാൾക്ക് എക്കണോമിക്സിലായിരിക്കും, ഒരാൾക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലായിരിക്കും പ്രാവീണ്യം. പക്ഷെ ചത്തു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒരു പ്രാവീണ്യവും ഇല്ല. എല്ലാവരും നിശ്ചേതനായിപ്പോവും. അനക്കമില്ലാതെ കിടക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പം നിന്റെ അനക്കം, സ്പന്ദനം, നിന്റെ പ്രാണാപാനന്മാരുടെ പ്രവർത്തനം, നിന്റെ കണ്ണിൻ്റെയും കാതിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം എല്ലാം നടക്കുന്നത്
ഈശ്വരൻ നിന്റെ ഉള്ളിലേക്ക് കയറി ഇരുന്നത് കൊണ്ടാണ്, ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നത് ഈശ്വരൻ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആ ഈശ്വരതത്വത്തെ ഗുരു ഇവിടെ കാണിച്ചു തരികയാണ്. അനുപ്രവിശതി, ഇതാ കടന്ന് കയറി എല്ലാമായിട്ട് ആ ഈശ്വരതത്വം വർത്തിച്ചിരിക്കുന്നു. ഗുരു സ്നേഹത്തോടെ പറയുകയാണ്, ഉള്ളിലുള്ള പ്രാണനായിരിക്കുന്ന, പ്രാണീതി പ്രവിവിക്ത ഭുക്കായിട്ടിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ കാണൂ, അറിയൂ. കുഞ്ഞു മത്സ്യം പറഞ്ഞതുപോലെ ഞാൻ സമുദ്രത്തെ കാണുന്നില്ല എന്ന് സമുദ്രത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് പറയുന്നത് പോലെ ഈശ്വരൻ്റെ കൈകളിൽ വസിച്ചുകൊണ്ട്, ഈശ്വരൻ്റെ കാരുണ്യം മനുസ്യൂതം അനുഭവിച്ചുകൊണ്ട് ആ ഈശ്വരനില്ലെന്ന് പറയുന്ന, ഈശ്വരാനുഗ്രഹം അറിയാതെ പോകുന്ന തീർത്ഥങ്കര പാവികളായിട്ട് തീരാതിരിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അപാരമായ കാരുണ്യത്തിന് പ്രാർത്ഥിക്കാം. നന്ദി.